നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. വർഷഫലം 2026 ഗ്രഹങ്ങളുടെ സംക്രമണത്തെയും അവയുടെ സ്ഥാനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള വർഷഫലം 2026 ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക് അഥവാ മകം, പൂരം, ഉത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിന്റെ വിവിധ വശങ്ങളായ കരിയർ, സ്നേഹം, വിദ്യാഭ്യാസം, ബിസിനസ്, കുടുംബജീവിതം, ആരോഗ്യം, സാമ്പത്തികം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ആരോഗ്യം. 2026 ചിങ്ങൻ രാശിഫലം പറയുന്നതനുസരിച്ച് ഈ വർഷം ആരോഗ്യ കാര്യത്തിൽ അത്ര നല്ലതായിരിക്കില്ല. എന്നാലും വർഷം തുടങ്ങുന്നത് മുതൽ ജൂൺ 2 വരെ വ്യാഴം നല്ല സ്ഥാനത്തായിരിക്കും. അത് ചെറിയ രീതിയിലുള്ള ഗുണഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. പക്ഷേ രാഹുവിന്റെയും കേതുവിന്റെയും സ്വാധീനം ഡിസംബർ 5 വരെ നിങ്ങളുടെ ജന്മരാശിയിലുണ്ടാകും. അത് അത്ര നല്ലതായിട്ട് കണക്കാക്കുന്നില്ല. കൂടാതെ ശനിയുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ അഷ്ടമശനി കാലഘട്ടം കൂടിയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ഈ വർഷം മുഴുവൻ നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. ചെറിയ അസുഖങ്ങൾ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. തലച്ചോറ്, നടുവിന്റെ മുകൾ ഭാഗം, താഴ്ഭാഗം അല്ലെങ്കിൽ പ്രത്യുത്പാദന അവയവങ്ങൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾ ഈ വർഷം കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ശനി 8ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം ചിങ്ങൻ രാശിക്കാർ വളരെ ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യണം. എല്ലാ ജോലികളും വളരെ ക്ഷമയോടെ ചെയ്യണം. ഒരു കാര്യത്തിലും തിടുക്കം കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അപകടങ്ങളോ പരിക്കുകളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2026 ജൂൺ 2 വരെ വ്യാഴം നല്ല സ്ഥാനത്തായിരിക്കും. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ അത് സഹായിച്ചേക്കാം. കുറച്ചധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല ആരോഗ്യം നിലനിർത്തുവാൻ പറ്റും. ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ വ്യാഴത്തിന്റെ സ്ഥാനം ദുർബലമാകും. കൂടാതെ അശുഭഗ്രഹങ്ങളുടെ സ്വാധീനം കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. എന്നാൽ ഒക്ടോബർ 31 കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ സ്ഥാനം കുറച്ചുകൂടി മെച്ചപ്പെടും. അത് നിങ്ങൾക്ക് ചെറിയ ആശ്വാസം നൽകും. 8ാം ഭാവത്തിന്റെ അധിപനായി വ്യാഴം നിങ്ങളുടെ ആദ്യ ഭാവത്തിൽ വരുന്നതുകൊണ്ട് പരിക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത അപ്പോഴും ഉണ്ടാകാം. മൊത്തത്തിൽ പറഞ്ഞാൽ 2026 ആരോഗ്യപരമായി കുറച്ച് ദുർബലമായിരിക്കുമെന്നാണ് പറയുന്നത്. വർഷത്തിന്റെ ആദ്യ പകുതി താരതമ്യേന നല്ലതായിരിക്കും. എന്നാൽ 2ാം പകുതിയിൽ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായി വരും. വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ നടുവേദനയോ മാനസികാരോഗ്യ പ്രശ്നങ്ങളോ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസം. ചിങ്ങൻ രാശിക്കാരുടെ 2026 വർഷഫലം അനുസരിച്ച് പഠനകാര്യത്തിൽ ഈ വർഷം ശരാശരിയേക്കാൾ നല്ലതായിരിക്കും. ആരോഗ്യത്തിന് പ്രശ്നങ്ങളില്ലാത്തവർക്ക് ഇതിലും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പഠനത്തെ നിയന്ത്രിക്കുന്ന വ്യാഴം വർഷം തുടങ്ങുന്നത് മുതൽ 2026 ജൂൺ 2 വരെ നിങ്ങളുടെ ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലായിരിക്കും. ഈ നിൽപ്പ് പഠനത്തിൽ, പ്രത്യേകിച്ച് ഉന്നത പഠനത്തിന് നല്ല ഫലങ്ങൾ തരും. നിയമം, ഫിനാൻസ് എന്നിവ പഠിക്കുന്നവർക്ക് ഈ സമയം പ്രത്യേകമായി നല്ലതാണ്. ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും നല്ല ഫലങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. നാട്ടിലോ വിദേശത്തോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും. അവർക്ക് പഠനത്തിൽ അവരുടെ ഫൗണ്ടേഷൻ നന്നായി ശക്തിപ്പെടുത്താനും സാധിക്കും. രാഹു, കേതു, ശനി എന്നീ ഗ്രഹങ്ങളുടെ നിൽപ്പ് ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ജാതകത്തിലെ ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വ്യാഴം നിങ്ങളുടെ പഠനകാര്യങ്ങളെ പിന്തുണയ്ക്കും. 2026 മുഴുവനും ബുധൻ പഠനകാര്യങ്ങളിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരും. എന്നാൽ ചൊവ്വ നിങ്ങളുടെ പഠനത്തിൽ ഒരു ശരാശരി സ്വാധീനം മാത്രമേ ചെലുത്തൂ. മൊത്തത്തിൽ ചിങ്ങൻ രാശിക്കാർക്ക് പഠനത്തിന്റെ കാര്യത്തിൽ 2026 വർഷം ശരാശരിയേക്കാൾ മെച്ചമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബിസിനസിന്റെ കാര്യത്തിൽ ചിങ്ങൻ രാശിക്കാർക്ക് ഈ വർഷം കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. എങ്കിലും 10ാം ഭാവത്തിന്റെ അധിപനായ ശുക്രൻ മിക്കവാറും നല്ല സ്ഥാനത്ത് തന്നെ ഉണ്ടായിരിക്കും. അതുകൂടാതെ വർഷത്തിൽ ആദ്യ പകുതിയിൽ, പ്രത്യേകിച്ച് 2026 ജൂൺ 2 വരെ വ്യാഴം നല്ല ഫലങ്ങൾ തരും. അതുകൊണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമയം നല്ലതാണ്. എങ്കിലും 1ാം ഭാവത്തിൽ രാഹുവിന്റെയും കേതുവിന്റെയും സ്വാധീനം നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. രാഹുവും കേതുവും നിങ്ങളുടെ 7ാം ഭാവത്തെയും സ്വാധീനിക്കും. ഇത് ബിസിനസ്സിൽ ആവശ്യമില്ലാത്ത റിസ്കുകൾ എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. ഈ സ്വാധീനം 2026 ഡിസംബർ 5 വരെ ഉണ്ടാകും. എങ്കിലും 7ാം ഭാവത്തിൽ വ്യാഴത്തിന്റെ നല്ല സ്വാധീനം 2026 ജൂൺ 2 വരെ തുടരും.
ജൂൺ 2 ശേഷം രാഹു, കേതു, ശനി എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ രാശിയിൽ നിലനിൽക്കും. ഈ സമയം വ്യാഴത്തിന് ഒരു ഗുണഫലവും നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല. അതുകൊണ്ട് 2026 ജൂൺ 2 ശേഷം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അപകട സാധ്യത അല്ലെങ്കിൽ റിസ്ക് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ബുധൻ നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് പോകുന്ന സമയമായ ജൂൺ 22 ജൂലൈ 7 ഇടയിൽ നിങ്ങൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ബിസിനസ് ജോലി ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ സംരംഭങ്ങൾ തുടങ്ങാനോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 2026 ജൂൺ 2 മുൻപ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഗ്രഹങ്ങളുടെ രാശിമാറ്റം കണക്കിലെടുക്കുമ്പോൾ ജൂണിന് ശേഷമുള്ള സമയം അത്ര അനുകൂലമായി കണക്കാക്കുന്നില്ല. നിങ്ങളുടെ ജാതകത്തിലെ ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ ഈ തീയതിക്ക് ശേഷവും നല്ല ഫലങ്ങൾ കാണാൻ കഴിഞ്ഞേക്കും. കരിയർ. ജോലിയുടെ കാര്യത്തിൽ 2026 ചിങ്ങൻ രാശിക്കാർക്ക് ശരാശരി ഫലങ്ങളായിരിക്കും കിട്ടാൻ സാധ്യത. നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിനനുസരിച്ചുള്ള വിജയം കിട്ടാതെ വന്നാൽ നിരാശ തോന്നാനിടയുണ്ട്. നിങ്ങളുടെ 6ാം ഭാവത്തിന്റെ അധിപനായ ശനി 8ാം ഭാവത്തിലായിരിക്കും നിൽക്കുക. ഇത് അത്ര നല്ല സ്ഥാനമല്ല. എങ്കിലും 6ാം ഭാവത്തിൽ നിന്ന് ശനി 3ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ തുടർച്ചയായി കഠിനാധ്വാനം ചെയ്താൽ തൃപ്തികരമായ ഫലങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. വർഷം തുടങ്ങുന്നത് മുതൽ 2026 ജനുവരി 20 വരെ ശനി വ്യാഴത്തിന്റെ നക്ഷത്രത്തിലായിരിക്കും. അപ്പോൾ വ്യാഴം നിങ്ങളുടെ നേട്ടങ്ങളുടെ ഭാവത്തിലായിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വന്നാലും തീർച്ചയായും വിജയം നേടുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തുകയും ചെയ്യും. 2026 മെയ് 17 മുതൽ ഒക്ടോബർ 9 വരെ ശനി ബുധന്റെ നക്ഷത്രത്തിലൂടെയായിരിക്കും സഞ്ചരിക്കുക. ഇത് നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം നൽകും. ഈ സമയം നിങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ലതായിരിക്കും. എങ്കിലും ജൂൺ 22 ജൂലൈ 7 ഇടയിൽ ബുധൻ നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണമോ അല്ലെങ്കിൽ ഡിപ്രഷനോ തോന്നാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളിൽ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവായ കാര്യങ്ങളോ പരാതികളോ പറയാതിരിക്കുക. കാരണം ഇത് നിങ്ങളുടെ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒക്ടോബർ 9 ശേഷം അഷ്ടമഭാവത്തിലെ ശനി അതിന്റെ സ്വന്തം നക്ഷത്രത്തിന്റെ സ്വാധീനത്തിലായിരിക്കും വരിക. അതുകൊണ്ട് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഒന്നിനു പുറകെ ഒന്നായി തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും ഒക്ടോബർ 31 ശേഷം വ്യാഴത്തിന്റെ സ്ഥാനം മെച്ചപ്പെടും. അത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. മൊത്തത്തിൽ 2026 വർഷം ചിങ്ങൻ രാശിക്കാർക്ക് ജോലിയുടെയും തൊഴിലിന്റെയും കാര്യത്തിൽ നല്ലതും മോശമായതുമായ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. സാമ്പത്തികം. 2026 ചിങ്ങം രാശിക്കാർക്ക് സാമ്പത്തികമായി ഒരു ശരാശരി വർഷമായിരിക്കും. അതായത് നല്ല സമയങ്ങളും ബുദ്ധിമുട്ടുള്ള സമയങ്ങളും ഇടകലർന്നു വരും. വർഷത്തിന്റെ തുടക്കത്തിൽ ജൂൺ 2 വരെ വ്യാഴം നല്ല സ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയൊരു ഉത്തേജനം നൽകും. ഇത് ജോലിയുടെ കാര്യത്തിലും പണത്തിന്റെ കാര്യത്തിലും ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ അവസരങ്ങൾ തരും. വലിയ നേട്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചിങ്ങൻ രാശിക്കാർക്ക് ഇത് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന സമയമായിരിക്കും. എന്നാൽ ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ വ്യാഴം 12ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ തിരക്ക് വർദ്ധിക്കും, പണത്തിന്റെ ലഭ്യത കുറയും. എങ്കിലും വിദേശത്ത് താമസിക്കുന്നവർക്കോ ജോലി ചെയ്യുന്നവർക്കോ ഈ സമയത്തും നല്ല വരുമാനത്തിനുള്ള വഴികൾ കണ്ടെത്താൻ സാധിക്കും. ഒക്ടോബർ 31 ശേഷം വ്യാഴം 1ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ സാവധാനം പുരോഗതിയുണ്ടാകും. പക്ഷേ വർഷത്തിന്റെ തുടക്കത്തിൽ കിട്ടിയ അത്രയും മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാവില്ല. കൂടാതെ നിങ്ങളുടെ സമ്പാദ്യ ഭാവത്തിൽ ശനിയുടെ സ്വാധീനമുള്ളതുകൊണ്ട് പണം സേവ് ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടാവാം. പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വന്ന് നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന് കുറവ് വരുവാനും സാധ്യതയുണ്ട്. വർഷത്തിലെ മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രവചനം ശരാശരിയാണെങ്കിലും കഠിനാധ്വാനം ചെയ്തും സമർപ്പണത്തോടെ പ്രവർത്തിച്ചും പ്രത്യേകിച്ച് വ്യാഴം അനുകൂലമായി നിൽക്കുന്ന സമയങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. വർഷത്തിൽ സാമ്പത്തിക ഫലങ്ങൾക്ക് ഇടയ്ക്കിടെ മാറ്റം സംഭവിക്കും. പ്രണയജീവിതം. 2026 ചിങ്ങൻ രാശിക്കാരുടെ പ്രണയജീവിതം പൊതുവെ നല്ലതായിരിക്കും. എങ്കിലും ഇടയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രണയത്തെ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ 5ാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി വരുന്നത് അത്ര നല്ലതായി കണക്കാക്കില്ല. എങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ബന്ധങ്ങളിൽ സത്യസന്ധമായി നിലകൊള്ളുന്നവരെ ശനി അധികം ബാധിക്കാറില്ല. വർഷം തുടങ്ങുന്നത് മുതൽ ജൂൺ 2 വരെ നിങ്ങളുടെ 5ാം ഭാവത്തിന്റെ അധിപനായ വ്യാഴം നിങ്ങളുടെ നേട്ടങ്ങളുടെ ഭാവത്തിൽ തുടരുകയും 5ാം ഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യും. ഇത് പ്രണയബന്ധങ്ങൾക്കും പ്രണയ വിവാഹങ്ങൾക്കും വളരെ നല്ല സമയമാണ്.
പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങാനോ നിലവിലെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനോ ആഗ്രഹിക്കുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഇത് ഏറ്റവും നല്ല സമയമാണ്. എന്നാൽ ജൂൺ 2-നും ഒക്ടോബർ 31-നും ഇടയിൽ വ്യാഴം 12-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുമായി അടുത്തിടപഴകാനുള്ള അവസരങ്ങൾ കുറഞ്ഞേക്കാം. ശാരീരികമായോ വൈകാരികമായോ ഒരു അകലം വന്നേക്കാം. എന്നാൽ ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്ന പ്രണയിതാക്കൾക്ക് ഈ സമയം ഗുണകരമാവും. കാരണം 12-ാം ഭാവത്തിൽ വ്യാഴം ഉച്ചബലത്തോടെ നിൽക്കുന്നത് അകലമുണ്ടെങ്കിൽ പോലും ബന്ധത്തിലെ സ്നേഹവും ഐക്യവും നിലനിർത്താൻ സഹായിക്കും. ജൂൺ 2-ന് മുൻപുള്ള സമയം പ്രണയത്തിന് കൂടുതൽ അനുകൂലമാണെങ്കിലും ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെയുള്ള സമയം ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഒക്ടോബർ 31-ന് ശേഷം വ്യാഴം നിങ്ങളുടെ ആദ്യ ഭാവത്തിൽ പ്രവേശിക്കും. രാഹു, കേതു പോലുള്ള ദോഷകരമായ ഗ്രഹങ്ങളുടെ സ്വാധീനം വ്യാഴത്തിനുണ്ടെങ്കിലും ഇത് പ്രണയത്തിനും വിവാഹത്തിനും പൊതുവെ നല്ലതാണ്. ഈ ഗ്രഹമാറ്റം പ്രണയകാര്യങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്തും. നിങ്ങളുടെ ബന്ധത്തിൽ വളർച്ചയ്ക്ക് അവസരങ്ങൾ നൽകും. വിവാഹം. ചിങ്ങൻ രാശിഫലം 2026 അനുസരിച്ച് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ വർഷം നല്ലതായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും വിവാഹ ജീവിതത്തിൽ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വർഷം തുടങ്ങുന്നത് മുതൽ ജൂൺ 2 വരെ വ്യാഴം നേട്ടങ്ങളുടെ ഭാവത്തിലായിരിക്കും. അത് 5-ാം ഭാവത്തിലേക്കും 7-ാം ഭാവത്തിലേക്കും നല്ല സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് വിവാഹ നിശ്ചയം, പ്രണയബന്ധങ്ങൾ, വിവാഹം എന്നിവയ്ക്ക് ഈ സമയം വളരെ അനുയോജ്യമാണ്. പ്രത്യേകിച്ച് പ്രണയവിവാഹം ആഗ്രഹിക്കുന്നവർക്ക്. ഒക്ടോബർ 31-ന് ശേഷവും വ്യാഴം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വീണ്ടും അനുകൂല ഫലങ്ങൾ നൽകും. അതും മറ്റൊരു നല്ല സമയമാണ്. എന്നാലും 7-ാം ഭാവത്തിന്റെ അധിപനായ ശനി 8-ാം ഭാവത്തിൽ നിൽക്കുന്നതും ഡിസംബർ 5 വരെ 7-ാം ഭാവത്തിൽ രാഹുവിന്റെ സാന്നിധ്യമുള്ളതും അത്ര നല്ലതായി കണക്കാക്കില്ല. ഈ ഗ്രഹങ്ങളുടെ നിൽപ്പ് കാരണം വിവാഹ കാര്യങ്ങളിൽ കാലതാമസമോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാവാം. 8-ാം ഭാവത്തിലെ ശനിയും 7-ാം ഭാവത്തിലെ രാഹുവും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനും ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ദമ്പതികൾ പരസ്പരം സംശയിക്കുന്നത് ഒഴിവാക്കണം. തുറന്ന മനസ്സോടെ സംസാരിക്കുകയും പ്രശ്നങ്ങൾ സമാധാനപരമായി പറഞ്ഞു തീർക്കുകയും വേണം. വിവാഹ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടാകുന്ന സമയം ജൂൺ 2-നും ഒക്ടോബർ 31-നും ഇടയിലായിരിക്കും. കാരണം ഈ സമയത്ത് വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി നിങ്ങൾക്ക് ലഭിക്കില്ല. എന്നാൽ ജനുവരി മുതൽ ജൂൺ മാസം ആദ്യം വരെയും ഒക്ടോബർ 31-ന് ശേഷവുമുള്ള കാലയളവുകൾ ബന്ധങ്ങളിൽ നല്ല ഐക്യവും സ്ഥിരതയും നൽകുന്നു. കുടുംബജീവിതം. 2026-ലെ ചിങ്ങം വർഷഫലമനുസരിച്ച് 2-ാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടിയുള്ളതുകൊണ്ട് വർഷം മുഴുവനും കുടുംബജീവിതം കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ചിങ്ങൻ രാശിക്കാർക്ക് പൊതുവെ നല്ലതല്ലാത്ത ശനിയുടെ ഈ നിൽപ്പ് കുടുംബാംഗങ്ങൾക്കിടയിൽ പിരിമുറുക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതാകാനിടയുണ്ട്. വർഷം തുടങ്ങുന്നത് മുതൽ ജൂൺ 2 വരെ 11-ാം ഭാവത്തിൽ വ്യാഴം വരുന്നതൊഴിച്ചാൽ ഈ വർഷം വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി കുറവായിരിക്കും. ഈ ആദ്യ കാലയളവിൽ കുടുംബത്തിൽ സന്തോഷം നിലനിർത്തുവാനും വലിയ തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കുവാനും വ്യാഴം സഹായിച്ചേക്കാം. ജൂൺ 2-നും ഒക്ടോബർ 31-നും ഇടയിൽ വ്യാഴം 12-ാം ഭാവത്തിലേക്ക് മാറും. കൂടാതെ 4-ാം ഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യും. ഇത് ഗൃഹപരമായ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. അതുകൊണ്ട് വീട്ടിലേക്ക് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ വാങ്ങാൻ പണം ധാരാളമായി ചെലവഴിക്കും. എങ്കിലും ഈ സമയത്ത് നിങ്ങൾ വീടുമായി അകന്നു കഴിയാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു അകൽച്ച തോന്നാനോ സാധ്യതയുണ്ട്. ഭൂമി, സ്വത്ത്, വാഹനം. 2026-ലെ ചിങ്ങൻ രാശിക്കാരുടെ വർഷഫലം അനുസരിച്ച് ഭൂമി, സ്വത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ വർഷം അനുകൂലമായിരിക്കും. തർക്കമുള്ള സ്വത്തുക്കൾ വാങ്ങാതെ മുന്നോട്ടു പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ അബദ്ധത്തിൽ അങ്ങനെയൊരു സ്വത്ത് വാങ്ങിയാൽ തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. എങ്കിലും ഗ്രഹങ്ങളുടെ നല്ല പിന്തുണയുള്ളതുകൊണ്ട് അവസാനം ആ കാര്യം നിങ്ങൾക്ക് അനുകൂലമായി വരും. ചൊവ്വയുടെ രാശിമാറ്റങ്ങൾ ശരാശരിയാണെങ്കിലും വ്യാഴം വർഷത്തിൽ മിക്കവാറും സമയം അനുകൂല സ്ഥിതിയിലായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ ഭൂമി, സ്വത്ത് കാര്യങ്ങൾ മുന്നോട്ടു പോകും. നിങ്ങൾ ക്ഷമയോടെ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ഈ വർഷം കുറച്ചുകൂടി സാവധാനത്തിൽ കാര്യങ്ങൾ നടന്നാലും ഫലം ലഭിക്കും. ശുക്രന്റെ സ്ഥാനം വാഹനം വാങ്ങാൻ അനുകൂലിക്കും. അതുകൊണ്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്കൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ 2026-ൽ ചിങ്ങൻ രാശിക്കാർക്ക് ഭൂമി, സ്വത്ത്, വാഹനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ സമയത്തും നല്ല ഫലങ്ങൾ അനുഭവപ്പെടും. പ്രതിവിധികൾ. ജന്മനക്ഷത്ര ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ ചെയ്യുക. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തി എള്ളുതിരി കത്തിക്കുക വഴിപാടായി ചെയ്യുക.
ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഹരി ഓം.